തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പല നേതാക്കളും ആവശ്യപ്പെട്ടപ്പോൾ ജനസേവനത്തിനായി ഇനി വിൽക്കാൻ ഭൂമിയില്ല എന്ന് പ്രതികരിച്ച ഒരാൾ, സർക്കാരിലേക്ക് അളക്കാൻ ഉറപ്പു നൽകിയ 10,000 പറ നെല്ല് മുളച്ചുപോയതിന്റെ പേരിൽ ഗവൺമെന്റിനോട് കടക്കാരനായ ഒരാൾ, ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു അത്ഭുത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച ഒരാൾ. അതെ, അങ്ങനെ ഒരാൾ ഈ തിരുവില്ലാമലയിൽ ജീവിച്ചിരുന്നു. പഴയ കൊച്ചി രാജ്യത്ത് നിയമ സമാധാന മന്ത്രിയും 1 വർഷത്തോളം കാലം പ്രധാനമന്ത്രിയുമായിരുന്ന തൊഴൂർ കൃഷ്ണൻ നായർ എന്ന TK നായർ. സ്വാഗതം വില്ലാതിരി ഡയറീസിന്റെ പുതിയ അധ്യായത്തിലേക്ക്. 1896 മെയ് 22-ന് തിരുവില്ലാമല കൂട്ടാല നാരായണൻ നായരുടെയും തൊഴൂർ മാധവി അമ്മയുടെയും മകനായാണ് കൃഷ്ണൻ നായർ ജനിച്ചത്. കുടുംബസ്വത്തായി കമ്പനി ബംഗ്ലാവ് എന്നറിയപ്പെട്ടിരുന്ന വലിയ വീടും സ്ഥലവും, ഓട്ട് കമ്പനി, സിനിമാ തിയേറ്റർ എന്നീ വിധം സംരംഭങ്ങളും ഏറെ. എന്നിട്ടും 1972 ജൂൺ 15-ന് തിരുവില്ലാമലയിലെ ഒരു വാടക വീടിനുള്ളിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ജന്മനാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമെല്ലാം പണം കണ്ടെത്തുന്നതിനായി സ്വന്തം സ്വത്തുവകകളെല്ലാം വിറ്റ TK നായർ സത്യത്തിൽ ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ്. 1925-ൽ കൊച്ചി നിയമസഭ നിലവിൽ വന്ന ശേഷം ആദ്യത്തേതൊഴിച്ചുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ചേലക്കര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചയാളാണ് ഈ TK നായർ. 1947 ഓഗസ്റ്റ് 14-ന് ദിവാന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളെല്ലാം സാമാജികർക്ക് വിട്ടുകൊടുത്തതിലൂടെ ഈ TK നായർ നിയമ സമാധാന വകുപ്പ് മന്ത്രിയായി. പിന്നീട് ഒക്ടോബറിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ പ്രധാനമന്ത്രി പദം രാജിവെക്കുകയും തുടർന്ന് TK നായർ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. നമ്മുടെ വില്വാതിരിനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് ആ മലമുകളിൽ പണിതിട്ടുള്ള കൂറ്റൻ ശുദ്ധജല ടാങ്ക്, അത് ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നിർമ്മിച്ചതാണ്. ഓടുന്ന ഭാരതവെള്ളം മലപ്പുറത്തോടുമാറാക്കിയ ധന്യശീലൻ എന്ന് അക്കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളിൽ പാടാറുണ്ടായിരുന്നു അത്രേ. പീപ്പിൾസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് 1948 സെപ്റ്റംബർ 19-ന് TK നായർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. പൊതുപ്രവർത്തനം മൂലമുണ്ടായ ബാധ്യതകൾ തീർക്കാൻ തന്റെ സ്വത്തുവകകളെല്ലാം വിറ്റ അദ്ദേഹം 1964 കാലഘട്ടത്തിൽ തൃശ്ശൂരിലേക്ക് താമസം മാറുകയുണ്ടായി. പിന്നീട് 2 വർഷത്തിന് ശേഷമെങ്ങോ ആണ് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. മടങ്ങി വന്ന TK നായർ തിരുവില്ലാമല പാമ്പാടിയിൽ ഒരു വാടക വീട്ടിൽ താമസമായി. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യവും. ബന്ധു നിയമനത്തിനായി തന്റെ അധികാരം ഉപയോഗിക്കില്ലെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച, സ്വജനപക്ഷപാതമില്ലാതെ ജനനന്മയ്ക്കായി നിലകൊണ്ട ഈ മുൻ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ തിരുവില്ലാമലക്കാർക്ക് പോലും വലിയ ധാരണയില്ല എന്നതാണ് സങ്കടകരം. ജന്മനാട്ടിലൊരു സ്മാരകം പോലും ഇദ്ദേഹത്തിന്റെ പേരിൽ കാണാൻ കഴിയില്ല. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു പഞ്ചായത്ത് റോഡ് മാത്രമാണ് ഈ TK നായർ എന്ന പഴയ കൊച്ചി പ്രധാനമന്ത്രിയുടെ പേര് ഓർമ്മിക്കാനായുള്ളത്. 2021 മെയ് 16-ാം തീയതി മലയാള മനോരമയ്ക്കായി നമ്മുടെ തിരുവില്ലാമലയിലെ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അരുൺ എഴുത്തച്ഛൻ തയ്യാറാക്കിയ കുറിപ്പുകളാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ആവശ്യമായ വിവരശേഖരണത്തിന് സഹായകരമായത്. തൊഴൂരിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പുസ്തകങ്ങൾ വല്ലതുമുണ്ടോ എന്ന് ഏറെ പരതി നോക്കി. നിരാശയായിരുന്നു ഫലം. പലരോടും ചോദിച്ചു. അധികം വിവരങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ലഭ്യമായില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളോ ആനുകാലികങ്ങളോ ഇദ്ദേഹത്തിന്റെ പഴയ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി, കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദളത്തിൽ കാണാം.